ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ് 6th മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ലെക്ചറാണ്. ദാറ്റ് ഈസ് ഡീൽസ് വിത്ത് സ്റ്റെബിലിറ്റി നമ്പർ ആൻഡ് സ്റ്റെബിലിറ്റി ചാർട്ട്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റെബിലിറ്റി നമ്പറിലോട്ട് പോവാം. ദ മാക്സിമം ഹൈറ്റ് ഓഫ് എ സ്ലോപ്പ് ദാറ്റ് ക്യാൻ ബി ബിൽറ്റ് വിത്തൗട്ട് ഫെയിലിയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു CU, that is unit coefficient, and inversely proportional to gamma, that is unit weight of the soil. അപ്പോൾ ഒരു സോയില് അപ്പോൾ അത് മാക്സിമം ഹൈറ്റ് എത്ര പൊക്കാൻ പറ്റും, ഒരു സ്ലോപ്പ് ആയിട്ടുള്ള സോയില് മാക്സിമം ഹൈറ്റ് എത്ര പൊക്കാൻ പറ്റും, അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു CU ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഗാമയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹൈറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു CU ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഗാമ എന്ന് എഴുതാം. അപ്പോൾ അതിനൊരു പ്രൊപ്പോർഷണാലിറ്റി കോഎഫിഷ്യൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ആ പ്രൊപ്പോർഷണാലിറ്റി കോഎഫിഷ്യൻ്റ് ആണ് എന്ത് എഴുതിയിട്ടുള്ളത്? ഫങ്ഷൻ ഓഫ് φu ആൻഡ് ബീറ്റ. അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി കോഎഫിഷ്യൻ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ആൻഡ് സ്ലോപ്പ് ആംഗിൾ. ആ പ്രൊപ്പോർഷണാലിറ്റി കോഎഫിഷ്യൻറ്റിനെയാണ് എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ദി സ്റ്റെബിലിറ്റി നമ്പർ. അപ്പോൾ ഈ സ്റ്റെബിലിറ്റി നമ്പർ കണ്ടുപിടിച്ചിട്ടുള്ളത് ടൈലർ എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അതിന് പറയുന്ന പേരാണെന്ന് ടൈലേഴ്സ് സ്റ്റെബിലിറ്റി നമ്പർ. ഇഫ് ദ സ്ലോപ്പ് ആംഗിൾ ബീറ്റ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആംഗിൾ ആണ് നിൽക്കരുത്. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദി എംബാങ്ക്മെൻറ്റ് h, the effective unit weight of the material gamma, the angle of internal friction phi, and unit coefficient c dash are known, the factor of safety may be determined. ഇതൊക്കെ അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഒരു സ്ലോപ്പിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമുക്ക് കണ്ടെത്താൻ കഴിയും. The Taylor in 1937 conceived that the idea of analyzing the stability of large number of slopes through a wide range of slope angles and angle of internal friction. അപ്പോൾ ഒരു സ്ലോപ്പിൻ്റെ ഡിഫറെൻറ്റ് ഇൻറ്റേർണൽ ഫ്രിക്ഷനിലും അതുപോലെ തന്നെ സ്ലോപ്പ് ആംഗിൾസിനും എന്ത് ചെയ്തു? അയാൾ സ്ലോപ്സിനെ കുറിച്ച് പഠിച്ചു. ആൻഡ് ദെൻ റിപ്രസെൻറ്റിങ് ദി റിസൾട്ട് ബൈ ആൻ അബ്സ്ട്രാക്ട് നമ്പർ. എന്നിട്ട് ആ ഇതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്തു? ഒരു അബ്സ്ട്രാക്ട് നമ്പറിൽ അയാൾ റിപ്രസെൻ്റ് ചെയ്തു. വിച്ച് കോൾഡ് ദി സ്റ്റെബിലിറ്റി നമ്പർ. അതിനാണ് എന്ത് പറയുന്നത്? സ്റ്റെബിലിറ്റി നമ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് NS. NS എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു C ഡാഷ് FC ഗാമ H, അല്ലെങ്കിൽ FC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എന്താണ്? ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. അപ്പോൾ FC ഈക്വൽ ടു C ഡാഷ് NS ഗാമ H ആണ്. ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ടൈലേഴ്സ് സ്റ്റെബിലിറ്റി ചാർട്ട് എന്താണെന്ന് നോക്കാം. ടൈലർ യൂട്ടിലൈസ്ഡ് ദി ഫ്രിക്ഷൻ സർക്കിൾ അനാലിസിസ് along with analytical procedure to determine the values of Sn as a function of φu and beta. അപ്പോൾ Sn ആണ് എന്ത്? സ്റ്റെബിലിറ്റി നമ്പർ ഉദ്ദേശിക്കുന്നത്. NS എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ Sn. അപ്പോൾ ടൈലർ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡാണ് Sn കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആസ് എ ഫങ്ഷൻ ഓഫ് φu ആൻഡ് ബീറ്റ. അപ്പോൾ Sn എന്ന് പറഞ്ഞാൽ ഈസ് എ ഫങ്ഷൻ ഓഫ് φu, ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ, ആൻഡ് ബീറ്റ, സ്ലോപ്പ് ആംഗിൾ, ആൻഡ് റെപ്രസെൻറ്റഡ് ദം ഇൻ ദി ഫോം ഓഫ് ടാബിൾസ് ആൻഡ് ഗ്രാഫ്സ്. എന്നിട്ട് ഓരോ φuക്കും ബീറ്റയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള Sn വാല്യൂസ് എന്ത് ചെയ്തു? അയാൾ ഒരു ടേബിൾ ഫോർമാറ്റിലാക്കി. These solutions are strictly valid only for simple homogeneous finite slopes. Simple homogeneous finite slopesന് മാത്രമേ എന്തേ ഉള്ളൂ? ഇത് വാലിഡ് ആയിട്ടുള്ളൂ. And for cases involving no seepage, but they can also be used for approximate and preliminary solution for more complex cases. More complex casesൻ്റെ preliminary solutionsന് എന്ത് ചെയ്യാം? നമുക്ക് ഈ സ്റ്റെബിലിറ്റി ചാർട്ട് ഉപയോഗിക്കാം, Sn കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. Figure 11.13, that is this figure.
gives the stability number for all cases of top failure. Top failure എല്ലാ കേസസിലുള്ള സ്റ്റെബിലിറ്റി നമ്പർ തരും. ടോപ്പ് ഫെയിലിയർ ഈസ് ലൈക്ലി വെൻ എപ്പോഴാണ് ഉണ്ടാവുമെന്ന് വെച്ചാൽ when phi u greater than 0 and or when phi u equal to 0 but beta slope angle greater than 53 degree. ഈ കേസിലാണ് എന്തുണ്ടാവുന്നത്? ടോപ്പ് ഫെയിലിയർ ഉണ്ടാവുന്നത്. Sn is plotted against beta and phi u as the third parameter. ആ ബീറ്റ ആൻഡ് phi uവിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? Sn കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓരോ ബീറ്റയ്ക്കും ഓരോക്കും phi uവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി നമ്പർ ആണ് എന്താ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഈ ഫിഗർ. ഇതാണ് സ്റ്റെബിലിറ്റി ചാർട്ട്. When phi u equal to 0 and beta less than 53 degree, base failure is likely. അപ്പോൾ phi u 0 ആവുക, ബീറ്റ ലെസ് ദാൻ 53 ഡിഗ്രി ആണെങ്കിൽ ബേസ് ഫെയിലിയർ ഉണ്ടാവാനാണ് സാധ്യത. Theoretically, the slip circle for the case is infinite radius with a constant Sn value of 0.18. In practice, however, the depth of the slip circle is usually limited by the presence of ledger or any strong layer. The depth factor d is then the third parameter as shown in broken lines. Is also useful in case of base failure. ആ ബേസ് ഫെയിലർ ഉണ്ടാവുന്നത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് when phi u equal to 0 and beta less than 53 degree ആണ്. ഇതാണ് സ്റ്റെബിലിറ്റി ചാർട്ടായിട്ട് വരുന്നത്. ഓരോ ബീറ്റ phi വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി നമ്പറൊക്കെ എന്ത് ചെയ്യും നമുക്ക് ഈ വാല്യൂസ് നിന്ന് ലഭിക്കുന്നതാണ്. ഇനി സ്റ്റെബിലിറ്റി ചാർട്ട് എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. Stability chart can be utilized to provide answers to the following questions. കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റെബിലിറ്റി ചാർട്ട് ഉപയോഗിക്കാം. ഫസ്റ്റ് വൺ, ഫോർ സ്ലോപ്പ് ഓഫ് ഹൈറ്റ് h at an angle beta in a soil for which gamma c phi are known. അപ്പോൾ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ വാട്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് അവൈലബിൾ. ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ ഒരു സ്ലോപ്പ് എച്ച് ഉണ്ട്, ആംഗിൾ ബീറ്റ ഉണ്ട്, സോയിൽ ഫോർ വിച്ച് ഗാമ ഉണ്ട്, അതിൻ്റെ C phi വാല്യൂസ് ഒക്കെ നോൺ ആണ്. അപ്പോൾ അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്രയാണ് അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം നമുക്ക് സ്റ്റെബിലിറ്റി ചാർട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാം. രണ്ടാമത്തത്, ഫോർ റിക്വയർഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് എ സ്ലോപ്പ് ഇൻ എ സോയിൽ ഹൂസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ നോൺ, വാട്ട് ഈസ് ദ സ്റ്റീപ്പസ്റ്റ് ആംഗിൾ. ഫാക്ടർ ഓഫ് സേഫ്റ്റി അറിയാം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അറിയാം. അപ്പോൾ എത്ര സ്റ്റീപ്പ് ആംഗിളിൽ ആ സ്ലോപ്പ് കൊടുക്കാൻ പറ്റും, ആ ഒരു കാര്യത്തിന് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റെബിലിറ്റി ചാർട്ട് ഉപയോഗിക്കാം. ആൾട്ടർനേറ്റീവ്ലി, വാട്ട് ഈസ് ദ മാക്സിമം ഹൈറ്റ് അപ് ടു വിച്ച് സ്ലോപ്പ് ക്യാൻ ബി അലൗഡ് അറ്റ് എ സെർട്ടൈൻ സ്ലോപ്പ് ആംഗിൾ. സെർട്ടൈൻ സ്ലോപ്പ് ആംഗിളിൽ എത്ര ഹൈറ്റ് വരെ ഈ സോയിൽ ഇടാൻ പറ്റും എന്ന് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റെബിലിറ്റി ചാർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. സ്റ്റെബിലിറ്റി ചാർട്ട് എന്താണ്, എന്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി നമ്പർ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്ത് വെക്കുക. ഈക്വേഷൻസും ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂളിൽ നമുക്ക് ഇത്ര കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.